ഹായ് സാർ, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ. എന്തുകൊണ്ടാണ് പേൾവെയിൻ ഇൻ്റർനാഷണൽ ഒരു 4 വർഷമായി ഞാൻ വളരെ സജീവമായി പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഈ ഒരു സിസ്റ്റം ലോകത്തിൽ വരുത്താൻ പോകുന്ന വലിയ മാറ്റത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചതുകൊണ്ടാണ്. ഇവിടെ അവതരിപ്പിക്കുന്ന 6 പ്രൊജക്റ്റുകൾ, ആ ഒരു പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത്, അതിലെ ആദ്യത്തെ പ്രൊജക്റ്റ് ഡിജിറ്റൽ ബാങ്കിംഗ് ആണ്. രണ്ടാമത്തെ പ്രൊജക്റ്റ് ക്രിപ്റ്റോ കറൻസി, PVC മെറ്റാ മൾട്ടിപർപ്പസ് ടോക്കൺ, സോഷ്യൽ മീഡിയ, മൊബൈൽ നെറ്റ്വർക്ക്, ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, ഇ-കോമേഴ്സ്. ഈ ഒരു $1 മില്യൺ പ്രൊജക്റ്റുകൾ ആദ്യമായി സിസ്റ്റം അവതരിപ്പിച്ചത് ഡിജിറ്റൽ ബാങ്കിംഗ് ആണ്. ആ ഒരു സിസ്റ്റത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു പ്രോഗ്രാം വളരെ സജീവമായി ഇന്നും വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാം. വളരെ പ്രധാനമായും ഏതൊരു പ്രൊജക്റ്റും നിലനിൽക്കണമെങ്കിൽ അതിനൊരു കമ്മ്യൂണിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഡിജിറ്റൽ ബാങ്കിംഗ് പ്രോഗ്രാമിലൂടെ 85 ലക്ഷത്തിലധികം കമ്മ്യൂണിറ്റിയെ സിസ്റ്റം സൃഷ്ടിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി സിസ്റ്റം തിരഞ്ഞെടുത്തൊരു മാർഗം എന്ന് പറയുന്നത് 13 തരം വാലറ്റ് പർച്ചേസ് ചെയ്യാൻ ആവശ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായി ലോകത്തിൽ ആദ്യമായി ഓട്ടോപൂൾ ഇൻകം നൽകുകയും ചെയ്തുകൊണ്ടാണ് സിസ്റ്റം മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ ഒരു പ്രോഗ്രാമിൽ പർച്ചേസ് ചെയ്യുന്ന വില എത്രയാണോ അത് വിത്തിൻ സെക്കൻഡ് എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും കൈമാറിക്കൊണ്ട് സിസ്റ്റം 100% ഒരു കമ്മ്യൂണിറ്റിയെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ആ ഒരു പ്രോഗ്രാമിലൂടെ ഒരു വ്യക്തി മനസ്സിലാക്കുന്നത്, ഒരിക്കലും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ₹1 പോലും ആവശ്യമില്ലാത്ത ഒരു സിസ്റ്റമാണ് പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? സിസ്റ്റത്തിന് സ്വന്തമായി ഒരു കമ്മ്യൂണിറ്റിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് രണ്ടാമത്തെ പ്രൊജക്റ്റിലേക്ക് സിസ്റ്റം കടന്നു വന്നിട്ടുള്ളത്. ആദ്യത്തെ പ്രൊജക്റ്റിൽ വന്ന എല്ലാ വ്യക്തികൾക്കും എത്രയാണോ അവർ അതിനു വേണ്ടി മുടക്കിയ തുക, അത് നേരെ ഇരട്ടിയായി നൽകിക്കൊണ്ട് രണ്ടാമത്തെ പ്രൊജക്റ്റിലേക്ക് കടക്കുവാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. പലപ്പോഴും ഈ ഒരു സിസ്റ്റത്തെ മറ്റു പ്രോഗ്രാമുമായി കമ്പയർ ചെയ്തുകൊണ്ട് നിന്ന ചില പാർട്ട്നേഴ്സിനെ സംബന്ധിച്ച് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും പുറത്തേക്ക് പല വഴിക്കായി പോകുന്ന ഒരവസ്ഥയുണ്ടായി. തീർച്ചയായും ഈ ഒരു സിസ്റ്റം നമുക്കൊരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രൊമോട്ടേഴ്സിനെയോ മറ്റുള്ള ആളുകളെയോ ഏൽപ്പിച്ച ഒരു കാര്യമല്ല. കാരണം ഇതൊരു കമ്പനിയല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊരു ഇ-കോമേഴ്സ് ബിസിനസ് വെബ്സൈറ്റാണ്. ഒരു ലോങ് ടൈമിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സിസ്റ്റത്തെ നിരന്തരം നിരീക്ഷിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഞാനും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ലോകത്തെ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷിയാകുന്ന ഒരു പ്രോഗ്രാമാണ് പേൾവെയിൻ ഇൻ്റർനാഷണൽ. അതിൽ തന്നെ ടോക്കണൈസേഷൻ എന്ന് പറയുന്ന വലിയ ഒരു പ്രോഗ്രാമിലേക്ക് ലോകം മുഴുവൻ കടക്കുന്ന ഈ ഒരു സമയത്ത് ഇനി വരാൻ പോകുന്ന പുതിയ കാലഘട്ടത്തിന് വേണ്ടി പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഫ്യൂച്ചർ ഓഫ് മണി എന്നുള്ള രീതിയിൽ PVC മെറ്റ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, മെറ്റാവേഴ്സ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടോക്കൺ. ആ ഒരു ടോക്കൺ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്ന രീതിയിൽ വളരെ വലിയ ഒരു വിഷനോട് കൂടിയാണ് സിസ്റ്റം മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടിയാണ് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ മൊബൈൽ നെറ്റ്വർക്കും ഗെയിമിംഗ് പ്ലാറ്റ്ഫോമും ഇ-കോമേഴ്സും ഒക്കെ ഇനി നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത്. സത്യസന്ധമായി നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ വലിയ മാറ്റങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് സാധാരണക്കാരായ ആളുകളല്ല. ഏത് മാറ്റം വരണമെന്ന് തീരുമാനിക്കുന്ന വലിയൊരു വിഭാഗം ഒരു കമ്മ്യൂണിറ്റി നമുക്ക് പുറത്തുണ്ട്. അങ്ങനെ ലോകത്തിലെ വലിയ വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ഫാമിലിയാണ് പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ പിന്നിൽ ഉള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതാണ് റോത്ത്ചൈൽഡ് ഫാമിലി. റോത്ത്ചൈൽഡ് ഫാമിലിയുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ഇന്ത്യയിലെ റെയിൽവേ മുതൽ പനാമ കനാൽ മുതൽ ഡോളറിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇവരാണ്. ലോകത്തിലെ സമ്പത്തിൻ്റെ മഹാഭൂരിപക്ഷവും കൈകാര്യം ചെയ്യുന്ന ഇവരാണ്. ഡോളറിൻ്റെ 80% ഇവരാണ് ഇപ്പോഴും നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ ബിസിനസ്സിൻ്റെയും
അസറ്റ് മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനി ഇവരുടേതാണ്. അങ്ങനെ ഈ ഒരു സിസ്റ്റത്തിനെക്കുറിച്ച് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ആഴത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു കുടുംബമാണ് റോത്ത്ചൈൽഡ് ഫാമിലി എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം നമുക്ക് അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? കുറേ ജനങ്ങൾക്ക് വേണ്ടി കുറച്ച് പേർ പ്രവർത്തിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് PVC മെറ്റയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഫ്യൂച്ചർ ഓഫ് മണി എന്നാണ്. എന്താണ് ഫ്യൂച്ചർ ഓഫ് മണി? ഭാവിയിലെ പണം. ഒരു പണം എല്ലാ ആളുകളിലേക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന രീതിയിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്. ഒന്ന് അധികാരവും മറ്റൊന്ന് പണവും. ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ സാധ്യമായ ഒരു കാര്യമല്ല എന്ന് നമുക്ക് വളരെ കോമൺ സെൻസോട് കൂടി ചിന്തിച്ചാൽ മനസ്സിലാവും. പക്ഷേ പണം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ആ ഒരു രീതി പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് പേൾ വെയ്ൻ ഇൻ്റർനാഷണൽ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ ഒരു 6 പ്രൊജക്റ്റുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ നമുക്ക് ചുറ്റും ഒരുപാട് തകർച്ചകളുടെ കഥകളാണ് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. പരാജയങ്ങളുടെ കഥകൾ, ഒപ്പം വിജയത്തിൻ്റെ കഥകളും. പക്ഷേ ഓരോ പരാജയത്തിന് പിന്നിലും പരാജയപ്പെടുന്നതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും ഭയമുള്ള പരാജയം എന്ന് പറയുന്നത് പണവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് എന്നതിൽ തർക്കമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് ചുറ്റും നടക്കുന്ന ഫിനാൻഷ്യൽ പ്രോസസ്സുകൾ പരാജയപ്പെടുന്നത്? അതിൻ്റെ കാരണമാണ് യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിക്കേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പേൾ വെയ്ൻ അവതരിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം, വ്യക്തികൾ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കണുമായി ബന്ധപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ഒരിക്കലും തകരാത്തൊരു സിസ്റ്റമാണ് പേൾ വെയ്ൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്? നമുക്ക് അത് ചെറിയ കാര്യങ്ങളിലൂടെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഇവിടെ ലോകം സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്ന് സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലൂടെയും ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലൂടെയും. എന്താണ് സെൻട്രലൈസ്ഡ് സിസ്റ്റം? നമ്മളെപ്പോഴും പറയുന്നത് പോലെ സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു അതോറിറ്റിയാണ് അതിനെ എപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ നിയന്ത്രിക്കുന്ന അതോറിറ്റിയെ സംബന്ധിച്ച് അവരെടുക്കുന്ന ഏതെങ്കിലും തീരുമാനങ്ങൾക്ക് പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സിസ്റ്റം എന്തായാലും തകരും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇന്ന് വരെ നമ്മൾ കണ്ട് പരിചയപ്പെട്ട ഒരു സിസ്റ്റം എന്നുള്ള രീതിയിൽ അതിനെ വിശ്വസിക്കാനാണ് മഹാഭൂരിപക്ഷം ആളുകൾക്കും ഇഷ്ടം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് പകരം മറ്റൊരു സിസ്റ്റം എന്നുള്ള രീതിയിൽ ആളുകൾ ചിന്തിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങളും നമ്മൾ നിലവിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൻ്റെ പോരായ്മകളെ പരിഹരിക്കാനുള്ള ഒരു സൊല്യൂഷൻ മാത്രമാണ്. അങ്ങനെയെങ്കിൽ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് പുതിയ ഒരു സാമ്പത്തിക ആശയത്തെക്കുറിച്ച് ആളുകൾ ആലോചിച്ച് കാണുക എന്ന് നമുക്ക് അറിയാം. അങ്ങനെയാണ് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം അവതരിപ്പിക്കപ്പെടുന്നത്. ഈ ഒരു സിസ്റ്റം താരതമ്യേന ആളുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ടും വിശ്വസിക്കാൻ പ്രയാസമുള്ളതും ആയതുകൊണ്ടാണ് ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രയാസം നമുക്ക് അനുഭവപ്പെടേണ്ടി വരുന്നത്. പുതിയ കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മാറ്റത്തെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. എന്താണ് ഡീസെൻട്രലൈസ്ഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്? അത് പുതിയ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. സെൻട്രലൈസ്ഡ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ബാങ്കിങ്ങും നമ്മുടെ സ്ഥാപനങ്ങളും ഒക്കെ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഡയറക്റ്റ് സെല്ലിങ്, പല തകർച്ചകൾക്കും കാരണം എന്ന് പറയുന്നത് ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. അവിടെ ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് പണം കയ്യിലേക്ക് വരുന്ന സമയത്ത് അത് നിയന്ത്രിക്കുന്ന ആളുകൾ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളാണ്. പക്ഷേ ഇവിടെ ഒരു ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് മറ്റൊരു വ്യക്തിക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും
പുതിയതും ഏറ്റവും ശക്തവുമായൊരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, PVC മെറ്റ പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുന്നത് ഒരു ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്. അതിലൂടെയാണ് നമ്മൾ ഈ ഒരു ബാങ്കിങ് പ്രോഗ്രാം ചെയ്യുന്നത്. നമുക്കവിടെ ലഭിക്കുന്നത് 12 സീക്രട്ട് ഫ്രൈസുകളാണ്, നമ്മുടെ പ്രൈവറ്റ് കീ എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം ഒരു വ്യക്തി ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഒരു കോൺട്രാക്റ്റ് അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഏതൊരു ഇടപാടാണോ നടക്കുന്നത് ആ ഇടപാടുകൾ മുഴുവൻ ആയിരക്കണക്കിന് ബ്ലോക്കുകളിൽ രേഖപ്പെടുത്തുന്നു. ആ ഒരു ബ്ലോക്കുകളിലേക്ക് നമുക്ക് രണ്ടാമതൊന്ന് കടക്കണമെങ്കിൽ ഈ ഒരു പ്രൈവറ്റ് കീ ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ നടക്കുന്ന ഇടപാടുകൾ ഒരിക്കലും നമുക്ക് മാറ്റാനോ തിരുത്തൽ വരുത്താനോ സാധിക്കില്ല. മാത്രമല്ല, ലോകത്തിൽ എവിടേക്കും നമുക്ക് 24 മണിക്കൂർ സർവീസ് ചെയ്യാൻ പറ്റുന്നൊരു ഒരു ഏറ്റവും സൗകര്യപ്രദമായ രീതിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇതാണ് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ വലിയ മാറ്റം ഉണ്ട് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന് എന്ന് പറയുന്നത്. അതുപോലെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഈ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല ഉപയോഗിക്കുന്നത്. ലോകത്തിലെ എല്ലാ മേഖലകളിലും ഈ ഒരു പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി പഠിക്കാൻ കഴിയും എന്താണ് ബ്ലോക്ക് ചെയിൻ എന്നുള്ളത്. ഓരോ മേഖലയിലും ഈ ഒരു പുതിയ സാങ്കേതിക വിദ്യയുടെ സ്വാധീനം കൂടി വരുന്ന സമയത്ത് പഴയ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് മുന്നിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ പേൾവെൻ ഇൻ്റർനാഷണൽ അവതരിപ്പിക്കുന്ന ഈ പ്രൊജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയ നിങ്ങൾ ഓരോ വ്യക്തികളും വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ സാധാരണഗതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്റ്റീവ് ഇൻകത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിൻ്റെ 75% കഴിഞ്ഞു പോയ ഈ ഘട്ടത്തിൽ പോലും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ കഴിയാത്ത ആളുകൾ ആണ് എന്ന് അവർക്ക് കൃത്യമായി ബോധ്യമുള്ളൊരു കാര്യമാണ്. കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് സർക്കാർ ജീവനക്കാരും അതുപോലെ തന്നെ ചെറിയ ബിസിനസ്സുകാരുമാണ്. പക്ഷേ എങ്കിൽ പോലും പുതിയ കാലത്തിൻ്റെ പുതിയ ആവശ്യങ്ങൾ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെ ചെറിയതായിരിക്കും. 75% 80% ആക്റ്റീവ് ഇൻകത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ജീവിതം എപ്പോഴും വളരെ പ്രയാസകരമായി മുന്നോട്ട് പോകുന്ന ഒരവസരത്തിലാണ് ഏതൊരു സാധാരണക്കാരനെയും പേൾവെൻ ഇൻ്റർനാഷണൽ ഒരു പാസീവ് ഇൻകത്തിന് ഉടമയാക്കുന്ന രീതിയിൽ ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഓരോ വ്യക്തിക്കും ഇന്ന് നിലവിൽ അവർ നേരിടേണ്ടി വരുന്ന ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവർ തീരുമാനിക്കുന്നതല്ല. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നിലവിലുള്ള സെൻട്രലൈസ്ഡ് സാമ്പത്തിക സിസ്റ്റം മുഴുവൻ ഏതൊരു മിഡിൽ ക്ലാസ്സുകാരൻ്റെ ആവശ്യങ്ങളെ നോക്കി പല വിധത്തിലുള്ള ലോണിൻ്റെ രൂപത്തിൽ നിങ്ങളെ എന്നും കൈമാടി വിളിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന് ഇപ്പോൾ നമ്മൾ പറയുന്ന പേരാണ് EMI എന്നുള്ളത്. ഒരു ചെറിയ സിവിൽ സ്കോർ ഉള്ള വ്യക്തിക്ക് പോലും എല്ലാ സാധനങ്ങളും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് EMIക്ക് കയ്യിലേക്ക് എത്തിച്ചേരുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുകയും ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ അത്തരം കടക്കെണികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും നമുക്കറിയാം. അങ്ങനെ കടം തരാൻ ഇഷ്ടം പോലെ നമുക്ക് മുമ്പിൽ അവസരങ്ങൾ കാത്തു നിൽക്കുമ്പോൾ കടം നമ്മൾ അറിയാതെ വാങ്ങിപ്പോകുന്നു. ഇത്തരത്തിൽ നിലവിൽ നമ്മളിലേക്ക് വന്ന കടബാധ്യതകളെ നമ്മുടെ ഇപ്പോഴത്തെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് മുക്തനാവാൻ കഴിയില്ല എന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. കടം എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മളിലേക്ക് എത്തിച്ചേർന്നത് നമ്മുടെ നിലവിലുള്ള ഈ ഒരു കഴിവിനനുസരിച്ച് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ അതിനു വേണ്ടി നമ്മൾ
ഈ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മൾ തന്നെ വരുത്തി വെച്ച ഒരു കാര്യമാണ്. ഇവിടെ ഈ ഒരു അവസരത്തിൽ മഹാത്മാഗാന്ധിയുടെ വലിയൊരു തോട്ട് എനിക്ക് ഓർമ്മ വരികയാണ്. ജീവിക്കുന്നതിനേക്കാൾ വലിയ തുകയാണ് നമ്മൾ ജീവിക്കുന്നതായി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് നിലവിലുള്ള ബാധ്യതകളെ നമ്മളിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു മാർഗം. നമുക്ക് വരുമാനം കണ്ടെത്താനുള്ള കഴിവിനെ, ഏണിംഗ് എബിലിറ്റി വർദ്ധിപ്പിക്കുക, അതിനുള്ള അവസരമാണ് പേൾവിൻ ഇൻ്റർനാഷണൽ നിങ്ങൾക്ക് നൽകുന്നത്. കൃത്യമായി ഈ ഒരു സിസ്റ്റത്തെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, കൃത്യമായി ഈ ഒരു സിസ്റ്റത്തെ നിങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തികച്ചും 1 വർഷം മാക്സിമം നിങ്ങളിതിൻ്റെ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഇന്ന് നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്നും വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോയി ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു 6 പ്രൊജക്റ്റുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഒരു പ്രോഗ്രാം ചെയ്യാം. റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കാം, കോമ്പൗണ്ടിങ് തിരഞ്ഞെടുക്കാം, ഏർലി ബേർഡ് ഓഫറുകൾ തിരഞ്ഞെടുക്കാം. അതിന് നിങ്ങളെ സഹായിക്കാൻ ശക്തമായ ഒരു ഗ്രൂപ്പ്, ഒരു ടീം, അതാണ് ടീം കണ്ണൂരിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു ചാനലിലൂടെ നിരന്തരം നിങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ആളുകൾക്ക് എന്താണ് ഈ ഒരു പ്രൊജക്റ്റ് എന്ന് കൃത്യമായി മനസ്സിലാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയും ഈ ഒരു പ്രോഗ്രാമിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു വാട്സപ്പ് മെസ്സേജ് വഴി ബന്ധപ്പെടുക. ഈ ഒരു സിസ്റ്റം ലോകത്തെ വലിയ രീതിയിൽ മാറ്റി മറിക്കാൻ ശേഷിയുള്ള ഒരു പ്രോഗ്രാമാണ് എന്ന് തിരിച്ചറിയുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.